ഹലോ ഗുഡ് മോർണിംഗ് ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് PYQ ഡിസ്കഷൻസ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി PYQ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ കുറച്ച് പുതിയ ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, ശരി. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അറേഞ്ച് ദ ഫോളോയിങ് ഡെവലപ്മെന്റൽ മോഡൽസ് ആസ് പ്രപ്പോസ്ഡ് അണ്ടർ വാരിയസ് 5 ഇയർ പ്ലാൻസ് ഇൻ അസെൻഡിങ് ഓർഡർ. നമുക്കറിയാം 5 ഇയർ പ്ലാൻസ് 1951 5 ഇയർ പ്ലാൻസ് തുടങ്ങിയത് നമുക്കറിയാം അല്ലെ. നമുക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസം നീതി ആയോഗിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞൊരു വീഡിയോയുടെ നീതി ആയോഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താ 1915 പ്ലാനിംഗ് കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ ആണ് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, 5 ഇയർ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നത് അല്ലെ. മൊത്തം 12 5 ഇയർ പ്ലാൻസ് ആണ് സോഫർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഓരോ 5 ഇയർ പ്ലാനിന്റെയും ഡെവലപ്മെന്റൽ മോഡൽസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ നമുക്ക് അതിന്റെ ഒരു അസെൻഡിങ് ഓർഡർ, അല്ലെങ്കിൽ ചെറുതിൽ നിന്നും വലുതിലേക്ക്, അല്ലെങ്കിൽ ആദ്യത്തിൽ നിന്ന് അവസാനത്തേക്ക് എന്നുള്ള ഒരു ഓർഡർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഈ 5 ഇയർ പ്ലാൻസ് നിങ്ങൾ എന്തായാലും ഒരു ബേസ് ഐഡിയ ഉണ്ടാക്കി വെക്കണം കേട്ടോ. എന്താണ് ഓരോ പ്ലാനിൽ ഫോക്കസ് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഇയർ പ്ലാനിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എപ്പോഴും ഒരുവിധം അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാത്ത ഒരു ഏരിയ ആണ് ഈ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത്. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഒരു ബേസിക് സാധനം പഠിച്ചു വെച്ചാൽ മതി. ഇപ്പൊ ഏതെങ്കിലും പെർട്ടിക്കുലർ മോഡൽ, ഇപ്പൊ നമുക്കറിയാം ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്ലാനിന്റെ മോട്ടോ തന്നെ അതായിരുന്നു, ഗരീബി ഹട്ടാവോ എന്നുള്ളത്. പോവർട്ടി ഇറാഡിക്കേഷൻ ആയിരുന്നു ആ മോഡലിന്റെ ഫോക്കസ് ഉണ്ടായിരുന്നത്. അതുപോലെ ഹറോൾഡ് ഡോമർ ഗ്രോത്ത് മോഡല്, അതേപോലെ മെഹൽനോബിസ് മോഡൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെയുണ്ട് ഗാഡ്ഗിൽ മോഡൽ വരുന്നുണ്ട്. അങ്ങനെ കുറെ മോഡൽസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ, ഏറ്റവും ഫസ്റ്റ് 5 ഇയർ പ്ലാനിന് നമ്മൾ ആദ്യത്തെ 1951 മുതൽ 56 വരെ വരുന്ന ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് എന്ത്, ഹറോഡ് ഡോമർ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. ഹറോഡ് ഡോമർ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ്. അപ്പൊ എന്തായാലും അസെൻഡിങ് ഓർഡർ അല്ല. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്തായാലും ആയിരിക്കും. മെഹൽനോബിസ് മോഡൽ എന്ന് പറയുന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ് കേട്ടോ. ഓക്കെ, സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ ഘട്ടങ്ങളിൽ നമ്മൾ 5 ഇയർ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യാനന്തരമാണ് നമ്മൾ ഈ ഒരു പദ്ധതികൾ ഉൾപ്പെടുത്തുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എന്തിനായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ടാവുക, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ സ്വാഭാവികമായും ഈ പറയുന്ന പോലെ ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യുക, അഗ്രികൾച്ചർ, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പൊ ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന അത്തരം സംഭവങ്ങൾക്കാണ്. പിന്നീട് കുറച്ച് കാലം, നമുക്ക് 2 3 4 പ്ലാൻസ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഹ്യൂമൻ റിസോഴ്സിനും അതേപോലെ ഏറ്റവും ലാസ്റ്റ് ഒക്കെ എത്തുമ്പോഴാണ് സോഷ്യൽ ജസ്റ്റിസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഈ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മോഡൽ എന്തായാലും ഒരു അഞ്ചാമത്തെ പ്ലാനിന് ശേഷമാണ് വന്നു തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അതായത് 5 വരെ. അപ്പൊ അഞ്ചാമത്തെ എന്ന് പറയുന്നത് ഗരീബി ഹട്ടാവോ ആണ്. ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നത് എന്താ, പോവർട്ടി ഇറാഡിക്കേഷൻ ആണ്. ഓക്കെ, അത് അഞ്ചാമത്തെ 5 ഇയർ പ്ലാൻ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആദ്യകാലങ്ങളിൽ ഫോക്കസ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, പോവർട്ടി തുടങ്ങിയ കാര്യങ്ങൾക്കായിരുന്നു. കാരണം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് അതെല്ലാം സ്റ്റെബിലൈസ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സോഷ്യൽ ജസ്റ്റിസ്, ഹ്യൂമൻ റിസോഴ്സസ്, ഇക്വാലിറ്റി, സസ്റ്റൈനബിൾ ഗ്രോത്ത് തുടങ്ങിയ, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങൾ എന്തായാലും മനസ്സിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നോക്കി, ആദ്യത്തെ 5 ഇയർ പ്ലാൻ ആണ് ഹറോഡ് ഗ്രോത്ത് ഡോമർ മോഡൽ വരുന്നുണ്ടായിരുന്നത്. പിന്നീട് മെഹൽനോബിസ് മോഡലാണ് വരുന്നത്. അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആണ് പിന്നീട് വരുന്നത്. ഫോർത്ത് അല്ലെങ്കിൽ ഫിഫ്ത്തിലാണ് നമ്മൾ ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന ഒരു മോഡൽ. ഇന്ദിരാഗാന്ധിയുടെ സമയത്തായിരുന്നു ഫിഫ്ത്ത് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന ഒരു സംഭവം. പിന്നെ ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി, ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ വരുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിക്കുക എങ്ങനെയാ വരുന്നുണ്ടാവുക. ഇയിൽ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ, EBDCA അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. EBDCA ഫസ്റ്റ് ഓപ്ഷൻ തന്നെ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ ആൻസർ EBDC ആണ് വരുന്നത്. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഒന്ന് നോക്കിക്കേ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഹറോഡ് ഡോമർ മോഡലാന്ന് പറഞ്ഞു. അഗ്രികൾച്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് മോഡൽ മെഹൽനോബിസ് ആണ്. ഇയറും കൂടെ നിങ്ങൾ നോക്കിക്കോട്ടോ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് 5 ഗ്യാപ്പ് ആണ്. ഇടയിൽ മാത്രമാണ് കുറച്ച് ഗ്യാപ്പ് വരുന്നത്. ഈ 66 to 69 നോക്കുമ്പോൾ നമുക്ക് കാണാം എന്താ, പ്ലാൻ ഹോളിഡേ ആണ് വരുന്നത്. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, 74 അവിടെ ഒരു നമുക്കൊരു റോളിംഗ് പ്ലാൻ വരുന്നുണ്ട്. 79 കഴിഞ്ഞിട്ട് 79-80 എന്ന് പറയുന്ന ഒരു കാലഘട്ടം, മൊറാജി ദേശായിന്റെ സമയത്ത് റോളിംഗ് പ്ലാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. അത് അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നത് നിങ്ങൾക്ക് കണ്ടോ. 5 ഇയർ പ്ലാനിൽ വരുന്ന റിമൂവൽ ഓഫ് പോവർട്ടി, അല്ലെങ്കിൽ ഫിഫ്ത് 5 ഇയർ പ്ലാൻ കണ്ടോ, റിമൂവൽ ഓഫ് പോവർട്ടി. അതെന്താ പറയുന്നുണ്ടായിരുന്നു, ഗരീബി ഹട്ടാവോ എന്നുള്ളതിന് ഫോക്കസ് കൊടുത്തത് അതിനായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി സസ്റ്റെയിൻഡ് ഗ്രോത്ത്, ഫോർത്ത് 5 ഇയർ പ്ലാൻ സസ്റ്റെയിൻഡ് ഗ്രോത്ത്. നിങ്ങൾ മാറിപ്പോയത് കേട്ടോ, ഡെവലപ്മെന്റ് അല്ല, സസ്റ്റെയിൻഡ് ഗ്രോത്തിനാണ് നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 12th 5 ഇയർ പ്ലാനിൽ വരുന്നുണ്ട് കണ്ടോ. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. നമ്മൾ ഫോർത്ത് പ്ലാനിൽ തന്നെ, അല്ലെങ്കിൽ ഫോർത്ത് 5 ഇയർ പ്ലാനിൽ സസ്റ്റെയിൻഡ് ഗ്രോത്തിനും സെൽഫ് റിലയൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്.
12th പ്ലാനിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി 6th ഒക്കെ ആകുമ്പോൾ എന്താ ഇൻഫ്രാസ്ട്രക്ചറും അഗ്രികൾച്ചർ ഇൻഡസ്ട്രീസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 8th എത്തുമ്പോൾ കണ്ടോ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. 9th എത്തുമ്പോൾ റൂറൽ ഡെവലപ്മെന്റും ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. ഈ 9th പ്ലാനിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50ാമത്തെ വാർഷികം, ഇപ്പൊ റീസെന്റ് ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 50ാമത്തെ വാർഷികത്തിൽ ഇന്ത്യ തുടങ്ങിയ പ്ലാൻ, ഈ തുടങ്ങിയ 5 ഇയർ പ്ലാൻ ആണ് ഇത് പറയുന്നത്. 9th 5 ഇയർ പ്ലാൻ 1997 തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. റൂറൽ ഡെവലപ്മെന്റും ഡീസെൻട്രലൈസേഷനും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് അതിനൊക്കെ ഫോക്കസ് കൊടുത്തത്. ഈ സമയത്ത് തന്നെയാണ് കുടുംബശ്രീ തുടങ്ങുന്നത് കേട്ടോ. കണക്ട് ചെയ്ത് വെക്കണേ, നമ്മൾ കുടുംബശ്രീ ഒക്കെ ആ സമയത്താണ് വരുന്നത്. 1998 വരുന്നത് അത്തരം പദ്ധതികളൊക്കെ വരുന്നത്. ജസ്റ്റ് ഒരു ഇതായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. 10th 5 ഇയർ പ്ലാൻ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഫോക്കസ് ചെയ്തു. ഓവറോൾ ഡെവലപ്മെന്റ് 12th കണ്ടോ. അവസാനത്തേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഓവറോൾ ഡെവലപ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക, റൂറൽ ഡെവലപ്മെന്റ്. അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആവാൻ തുടങ്ങി. എന്നാൽ ആദ്യം നോക്കിയാൽ നിങ്ങൾ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രി, ഫുഡ് സഫിഷ്യൻസി അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, സെൽഫ് റിലയൻസ് തുടങ്ങിയ കാര്യങ്ങൾക്കാണ് നമ്മൾ ആദ്യമൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ വഴിക്ക് നമ്മുടെ പ്രയോറിറ്റി അതായിരുന്നു. പിന്നീട് പോകെ പോകെ എന്താണ് നമുക്ക് കുറച്ചും കൂടി എലാബറേറ്റഡ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റി. ഓക്കെ, നോക്കിക്കുക. 2012 ലാസ്റ്റ് 5 ഇയർ പ്ലാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 2014 ആയപ്പോ, 2014 ആയപ്പോ എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ നിന്നു അല്ലെ. പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ മാറ്റി 15 തൊട്ടിട്ട് എന്താണ് അത് നീതി ആയോഗ് എന്നുള്ള പേരിലായി അല്ലെ. അപ്പൊ അതോടുകൂടി എന്താണ് 5 ഇയർ പ്ലാൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇന്ത്യൻ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ഇപ്പൊ 5 ഇയർ പ്ലാൻസ് ഇല്ല. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, എന്താണ് ഓരോ പ്ലാനിന്റെയും ഫോക്കസ് എന്ന് പറയുന്നത് കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് വൺ ഓഫ് ദീസ് നോട്ട് റിലേറ്റഡ് ടു എൻവയോൺമെന്റ്. എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് അല്ലാത്തത് ഏതാണുള്ളത്? നമ്മൾ ഇതിന്റെ മുന്നത്തെ PYക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എളുപ്പം പറയാൻ പറ്റുന്ന ഒരു സാധനം എന്തായിരുന്നു? വൺ സ്റ്റോപ്പ് സെന്റർ എന്തല്ല എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് അല്ല. വൺ സ്റ്റോപ്പ് സെന്റർ നമ്മൾ പറഞ്ഞു നിർഭയ സ്കീം എന്നാണ് ഫണ്ടിങ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിർഭയ ഫണ്ട് എന്നാണ് കൊടുക്കുന്നത്. വിമണിന് വേണ്ടിയിട്ടുള്ളതാണ് വൺ സ്റ്റോപ്പ് സെന്റർ എന്നുള്ള സംഭവം പറഞ്ഞു ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത വൺ സ്റ്റോപ്പ് സെന്ററിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ നെറ്റ് എക്സാമിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് അറിയുന്നല്ലേ എന്താ ഈ കഴിഞ്ഞ നെറ്റ് എക്സാമിന് വൺ സ്റ്റോപ്പ് സെന്റർ. നിങ്ങൾ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിക്കണം കേട്ടോ. ഒരേ നെറ്റ് എക്സാമിന് വന്നിട്ടുള്ള ചോദ്യങ്ങളായത് അല്ലെ. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ 2025 ജൂണിൽ നടന്ന എക്സാമില് വൺ സ്റ്റോപ്പ് സെന്റർ എന്താണെന്ന് ചോദിച്ചു. ഒരു സ്ഥലത്ത് വൺ സ്റ്റോപ്പ് സെന്ററിനുള്ള ഫണ്ടിങ് എവിടെന്നാ വരുന്നത്? അതേ സ്ഥാനത്ത് തന്നെ ഇവിടെ വന്ന് ചോദിച്ചിരിക്കുന്ന നോക്കിക്കേ, നോട്ട് റിലേറ്റഡ് ടു എൻവയോൺമെന്റ്, എൻവയോൺമെന്റിന് റിലേറ്റഡ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം എന്താണ്? വൺ സ്റ്റോപ്പ് സെന്റർ ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടിയിരുന്നെങ്കിൽ അവിടെ എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത് എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയി കിട്ടിയിരുന്നെങ്കിൽ ഇതിന്റെ ഉത്തരം കിട്ടുമായിരുന്നു. കാരണം നമുക്കപ്പോൾ മനസ്സിലാവും ദിസ് ഇസ് നോട്ട് എ പ്രോഗ്രാം റിലേറ്റഡ് വിത്ത് എൻവയോൺമെന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? ഗ്രീൻ ഇന്ത്യ മിഷൻ നിങ്ങൾക്ക് കേട്ടാൽ തന്നെ പറഞ്ഞു മനസ്സിലായിക്കൂടെ. ഗ്രീൻ ഇന്ത്യ മിഷൻ എൻവയോൺമെന്റ് വേണ്ടിയിട്ടാണ്. നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം എൻവയോൺമെന്റ് ഇതാക്കാൻ വേണ്ടിയിട്ടല്ലേ. ജൽജീവൻ മിഷൻ അല്ലെ, കുടിവെള്ളം അതല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ സെറ്റ് ആക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ. സോ കമ്പാരിറ്റീവ്ലി ഈ ഒരു മൂന്നാല് സ്കീംസിൽ ഏതാ വരുന്നത്? വൺ സ്റ്റോപ്പ് സെന്റർ. അത് വിമന്റെ ബെറ്റർമെന്റ് അല്ലെങ്കിൽ വിമന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? സെറ്റ് അല്ലേ? ശരി, അടുത്ത നോക്കിയേ. വിച്ച് വൺ ഓഫ് ദീസ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് റോത്ത്മൻസ് മോഡൽ ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. എപ്പോഴും നമ്മളോട് ചോദിക്കുന്നത് റോത്ത്മന്റെ മോഡൽ, അറ്റ്ലീസ്റ്റ് ഒരു 3 മോഡലാണ് റോത്ത്മൻ പറഞ്ഞിട്ടുള്ളത്. ഇതിലിപ്പോ നമ്മൾ കൊടുത്തിരിക്കുന്നതിൽ അപ്പൊ 3 മോഡൽ പുള്ളിയുടെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഒരു കമ്പൈൻഡ് മോഡലും കൂടെ വരുന്നുണ്ട് കേട്ടോ. ബേസിക്കലി നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതെങ്കിലും ഈ 3 മോഡൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയേണ്ടതാണ്. ഇതില് റോത്ത്മന്റെ മോഡൽ അല്ലാത്തത് ഏതാണോ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കിട്ടുന്നുണ്ടോ നോക്കിക്കേ. നമ്മൾ ഇതിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് റോത്ത്മന്റെ. അല്ലെങ്കിൽ മുന്നത്തെ PYQs നമ്മൾ ഈ വർഷത്തെ അല്ലെങ്കിലും ഇപ്പൊ 2025 സൈക്കിളിൽ അല്ലെങ്കിലും അതിന് മുന്നത്തെ PYQs നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്താ റോത്ത്മന്റെ മോഡൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ നോക്കി കിട്ടുന്നുണ്ടോന്ന്? സോഷ്യൽ ഗോൾ മോഡൽ ആണ് വരുന്നത് കേട്ടോ. സോഷ്യൽ ഗോൾ മോഡൽ റോത്ത്മന്റെ മോഡൽ അല്ല. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ബാക്കി 3 മോഡലാണ് റോത്ത്മന്റെ. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? നോട്ട് എ പാർട്ട് ഓഫ് റോത്ത്മൻസ് മോഡൽ എന്ന് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ചോദ്യത്തില് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കീവേഡ് അവിടെ നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആയതുകൊണ്ട് നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് റോത്ത്മന്റെ ഏതെങ്കിലും ഒരു മോഡലേ അറിയുള്ളൂ. ഇപ്പൊ ലോക്കൽ ഡെവലപ്മെന്റ് മോഡൽ റോത്ത്മന്റെ ആണ്. അപ്പൊ നോക്കുമ്പോൾ റോത്ത്മൻ മോഡൽ ലോക്കൽ ഡെവലപ്മെന്റ് നമ്മളത് കുത്താനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ശ്രദ്ധിക്കണം. അങ്ങനെ കുറെ പേർക്ക് ഉത്തരം തെറ്റിപ്പോണ്ട്. ഉത്തരം അറിയുന്നതായിരിക്കും, പക്ഷെ നോട്ട് ശ്രദ്ധിക്കില്ല, ഉത്തരം തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാ റോത്ത്മന്റെ മോഡൽ അല്ലാത്തത്? സോഷ്യൽ ഗോൾ മോഡലാണ്. ലൊക്കാലിറ്റി ഡെവലപ്മെന്റും സോഷ്യൽ പ്ലാനിങ്ങും സോഷ്യൽ ആക്ഷനും പുള്ളിയുടെ മോഡൽസ് ആണ്. ഓക്കെ, ശരി, നോക്കിക്കേ. 2001 റോത്ത്മൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ മോഡൽസ് ആയിട്ട് പറയുന്നതാണ്. ഏതൊക്കെയാ മോഡൽസ് പറഞ്ഞിരിക്കുന്നത്? ലോക്കൽ ഡെവലപ്മെന്റ്, സോഷ്യൽ പ്ലാനിങ്, സോഷ്യൽ ആക്ഷൻ എന്നുള്ളതാണ് പുള്ളി 3 മോഡൽസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
ക്ലിയർ അല്ലേ? അത് ജാക്ക് റോത്ത്മന്റെ മോഡൽസ് 2001 ഇൻട്രൊഡ്യൂസ് ചെയ്തു കേട്ടോ. ശരി, നോക്കിക്കേ, ജീനോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജീനോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം അത്ര ഫ്രീക്വന്റ് അല്ല, വല്ലപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ പോലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത്ര ബുദ്ധിമുട്ടുള്ളതല്ല, കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള സംഭവം തന്നെയാണ് ജീനോഗ്രാം എന്ന് പറയുന്നത്. ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ജീനോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ കേസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ജീനോഗ്രാംസ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ജീനോഗ്രാമിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോ ജീനോഗ്രാമിൽ റീസെന്റ് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ പുതിയ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ട്രാൻസ് പീപ്പിളിനെ നമുക്ക് ജീനോഗ്രാം വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഗേ, ലെസ്ബിയൻ തുടങ്ങിയ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ജീനോഗ്രാംസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇത് വളരെ ബേസിക് ആയിട്ടുള്ള സംഭവത്തിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ജീനോഗ്രാം സിമ്പിൾ ട്രയാങ്കിൾ പോലത്തെ സിമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ്സ് റെപ്രസെന്റ് എന്താണെന്ന് ചിന്തിച്ച് നോക്കിയേ. സോ അൺനോൺ ജെൻഡറിനെയാണ് നമ്മൾ എന്താന്ന് എഴുതുക, ട്രയാങ്കിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അൺനോൺ ജെൻഡർ ആണ് ട്രയാങ്കിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഡെത്ത് അല്ല, ഡെത്ത് നമ്മൾ ക്രോസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ അൺനോൺ ജെൻഡർ, നമുക്ക് ജെൻഡർ അറിയില്ല എന്നുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രയാങ്കിൾ. നമുക്കറിയാം അല്ലെ, സ്ക്വയർ ആണെങ്കിൽ അതെന്താണ്, നമ്മൾ മെന്നിനെ റെപ്രസെന്റ് ചെയ്യാനാണ് സ്ക്വയർ യൂസ് ചെയ്യുക. റൗണ്ട് വെച്ചിട്ട് നമ്മൾ എന്താ മെണ്ണെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി റൗണ്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ജെൻഡർ അറിയില്ല, അവരുടെ ജെൻഡർ എന്താന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ എന്ത് വെക്കുന്നുണ്ടായിരിക്കുക, ട്രയാങ്കിൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ശരി. അൺനോൺ ജെൻഡറിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം കൊടുത്തിരിക്കുക. നമുക്കറിയാം സ്ക്വയർ വെച്ചിട്ടാണ് നമ്മൾ മെയിലിനെ റെപ്രസെന്റ് ചെയ്യുക, സർക്കിൾ വെച്ചിട്ടാണ് ഫീമെയിലിനെ റെപ്രസെന്റ് ചെയ്യുക. ഈ പറയുന്ന പോലെ അൺനോൺ ജെൻഡർ, ജെൻഡർ അൺനോൺ. ഇപ്പൊ പ്രഗ്നന്റ് ആണ്, ഇപ്പൊ വൂമ്പിൽ കിടക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. പ്രഗ്നൻസിനെ റെപ്രസെന്റ് ചെയ്യാനും ചില ഘട്ടങ്ങളിൽ നമ്മൾ ട്രയാങ്കിൾ തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മുടെ വയറ്റിലുള്ള കുട്ടീന്റെ ജെൻഡർ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇല്ല ജെൻഡർ അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ ട്രയാങ്കിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? പ്രഗ്നൻസിനെ റെപ്രസെന്റ് ചെയ്യാനും നമ്മൾ ട്രയാങ്കിൾ വെച്ചിട്ട് തന്നെ കാണിക്കും കേട്ടോ. ഇനി ഡെത്ത് ആണെങ്കിൽ നമ്മൾ എന്താ, ക്രോസ് ആയിരിക്കും ചെയ്യുക. അപ്പൊ നമ്മളൊരു വട്ടം ഇട്ടിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഇപ്പൊ ഇത് ഇവിടെ ഒരു വട്ടം ഉണ്ടെന്ന് വിചാരിക്കുക, ഇത് വട്ടമാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യണം പ്ലീസ്. ഇങ്ങനെ ഒരു ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ത് തന്നെയാ, ഡെത്ത് എന്നുള്ള ഒരു സംഭവം തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ എൻഡ്യൂറിംഗ് റിലേഷൻഷിപ്പ് നോക്കിക്കേ, കണ്ടോ, ഒരു മെയിലും ഫീമെയിലും തമ്മിലുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല റിലേഷൻ റെപ്രസെന്റ് ചെയ്യാൻ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്ന റിലേഷൻഷിപ്പിനെ അവർ തമ്മിലൊരു നല്ല റിലേഷൻ ആണെന്ന് കാണിക്കാൻ. പിന്നെ ട്രാൻസിറ്ററി റിലേഷൻ ആണെങ്കിൽ ഡോട്ട് ഡോട്ട് ഇട്ട് കാണിക്കുന്നു. സെപ്പറേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഒരു വര ഇടുന്നു. ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 വര ഇടുന്നു. ഓക്കെ, ഇനി വളരെ സ്ട്രെങ്ത് ഉള്ള ഭയങ്കര ക്ലോസ് റിലേഷൻ ആണെങ്കിൽ നമ്മൾ 2 വര വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. 2 പേർക്ക് ഇടയിൽ 2 വര വരയ്ക്കും. കോൺഫ്ലിക്ച്വൽ ആണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം പോലെ കൊടുത്തിരിക്കുന്നു. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇത് ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഒരുപാട് സിമ്പിൾസ് ഉണ്ട്, ഒരുപാട് എന്ന് പറഞ്ഞാൽ കുറേ സിമ്പിൾസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ റിലേഷനെയും പെർട്ടിക്കുലർലി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡോപ്റ്റഡ് ആയിട്ടുള്ള ചൈൽഡ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വരയ്ക്കുക, അങ്ങനെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊരു ബേസിക് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി വെക്കേണ്ടതാണ് കേട്ടോ. മെയിലും ഫീമെയിലും ജെൻഡർ നോൺ ഡെത്ത് ഒക്കെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ശരി. അടുത്ത നോക്കിയേ, വിച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഡോമിനേറ്റ്സ് ഇൻ പ്രീ സ്കൂൾ ചിൽഡ്രൻ. പ്രീ സ്കൂൾ ചിൽഡ്രനിൽ ഏത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഡോമിനേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ചോദ്യത്തിൽ ആക്ച്വലി ഈ പറയുന്ന പോലെ എൻ ടി എ കൊടുത്തിരിക്കുന്ന കീ ഓട്ടോണമി എന്നുള്ള ഒരു കീ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ പ്രീ സ്കൂൾ ഓട്ടോണമി കുറച്ചുകൂടി ടോഡലർ സ്റ്റേജിൽ വരുന്നതാണ്. പ്രീ സ്കൂൾ സ്റ്റേജിൽ കുറച്ചുകൂടി ഒരു ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്നുള്ള ഒരു സംഭവമാണ് വരുന്നത്. ഓക്കെ, സോ സെൽഫ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിൽ കിടക്കുന്നുണ്ട്. സോ കമ്പാരിറ്റീവ്ലി അത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ ആസ് പെർ ആരുടെ, നമ്മുടെ എൻ ടി എന്റെ കീ പ്രകാരം ഓട്ടോണമി എന്നാണ് കീ കിടക്കുന്നത്. അപ്പൊ നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓട്ടോണമി ആണ് കേട്ടോ. ഓക്കെ, നമുക്കറിയാം, നിങ്ങൾ റിക്സിന്റെ സ്റ്റേജസ് പഠിക്കുന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന പോലെ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്നുള്ള ഒരു സ്റ്റേജ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഓട്ടോണമി വേഴ്സസ് ഷെയിം എന്ന് പറയുന്നത് ടോട്ടലർ സ്റ്റേജിൽ വരുന്നതാണ്. 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ഒരു സ്റ്റേജിലാണ്. 3 വയസ്സ് തൊട്ടിട്ടാണ് പ്രീ സ്കൂൾ പറയുന്നത്. അപ്പൊ നമ്മൾ പ്രീ സ്കൂൾ സ്റ്റേജിൽ ഏതാ വരുന്നത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അത് നമ്മൾ കമ്പാരിറ്റീവ്ലി പറയുന്ന ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്നുള്ള ഒരു സംഭവമാണ് പറയുന്നത്. സോ ആ ഒരു സംഭവം ആവാനാണ് ചാൻസസ് ഉള്ളത്. എന്നാൽ പോലും നമ്മൾ ആ ഒരു കീ അതായതുകൊണ്ട് ഓട്ടോണമി എന്നുള്ളതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശരി. അടുത്ത നോക്കിക്കേ, ഭയങ്കര എളുപ്പമുള്ള ചോദ്യമാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ആ ഒരു ഇലക്ട്ര കോംപ്ലക്സും അതേപോലെ തന്നെ ഇഡിപ്പസ് കോംപ്ലക്സും അത് രണ്ടും നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ആയിരിക്കണം കേട്ടോ. നമ്മളത് വളരെ ബേസ് ആയിട്ട് പറയുന്ന ഒരു സംഭവമാണ് ഇലക്ട്ര കോംപ്ലക്സ് എന്താണ്, ഇഡിപ്പസ് കോംപ്ലക്സ് എന്താണെന്നുള്ളത്. അത് രണ്ടും നിങ്ങൾക്ക്, നിങ്ങൾ ഇഡിപ്പസിന്റെ ആ ഒരു കഥയൊക്കെ വെച്ചിട്ട് നിങ്ങൾ അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഇപ്പൊ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇലക്ട്ര കോംപ്ലക്സും ഇഡിപ്പസ് കോംപ്ലക്സും എന്തായാലും അറിഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയേ, ഇലക്ട്രോ കോംപ്ലക്സ് എന്താ, ഇഡിപ്പസ് കോംപ്ലക്സ് എന്താന്നുള്ളതാണ്. ഇപ്പുറത്ത് നമുക്ക് നോക്കാം, ജനറ്റിക് പ്രീഡിസ്പോസിഷൻ വരുന്നുണ്ട്. സെക്ഷൽ ഡിസയർ ഓഫ് സൺ ടുവാർഡ്സ് ഹിസ് മദർ, സെക്ഷൽ ഡിസയർ ഓഫ് ഡോട്ടർ ടുവാർഡ്സ് ഹെർ ഫാദർ, സൈക്കോളജിക്കൽ റിയാക്ഷൻ ഫൗണ്ട് എമംഗ് യങ് ഫീമെയിൽസ്. ഓക്കെ,
ഇതിൽ ഈഡിപ്പസ് കോംപ്ലക്സ് ഒരുവിധം എല്ലാവർക്കും അറിയേണ്ടതാണെന്ന് വിചാരിക്കുന്നു. ഈഡിപ്പസിന്റെ ഒരു സ്റ്റോറി ഒക്കെ പറയുന്നുണ്ട് അല്ലെ. ഇറ്റ് ഈസ് എ സെക്ഷൽ ഡിസയർ ഓഫ് സൺ ടുവാർഡ്സ് ഹിസ് മദർ എന്നുള്ള ഒരു ഓപ്ഷനിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഈഡിപ്പസ് കോംപ്ലക്സ് എന്നാണ് നമ്മൾ അതിനെ പറയാം കേട്ടോ. ഈ കുട്ടികൾക്ക് അമ്മമാരോട് ഒരു പെർട്ടിക്കുലർ ഒരു പ്രത്യേക തരം ഒരു അടുപ്പം ഉണ്ടാവുന്നു. അതേപോലെ തന്നെ അത് നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു മെയിൽ ചൈൽഡ് ആണെങ്കിൽ ആ കുട്ടിക്ക് അമ്മയോടായിരിക്കും കൂടുതൽ അടുപ്പം ഉണ്ടായിരിക്കും. അച്ഛനോട് റൈവൽറി ക്യാരക്ടർ കാണിക്കാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് അല്ലെ. സോ അതാണ് നമ്മുടെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്നാണ് നമ്മൾ ആ ഒരു സാധനത്തിന് വെച്ച് പറയുക. അതേപോലെ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത് സെയിം സാധനം ഡോട്ടേഴ്സിൽ അല്ലെങ്കിൽ പെൺകുട്ടികളിൽ ഉണ്ടാവുന്നതാണ് ഡിസയർ ഓഫ് ഡോട്ടർ ടുവാർഡ്സ് ഹെർ ഫാദർ എന്നുള്ളത്. ഓക്കെ, ഇനി ഡയാന കോംപ്ലക്സ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ ഡയാന കോംപ്ലക്സ്. ഡയാന എന്നുള്ള ഒരു പേരൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ആവാനാണോ ചാൻസ്, അതോ സൈക്കോളജിക്കൽ റിയാക്ഷൻ ഫൗണ്ട് എമംഗ് യങ് ഫീമെയിൽസ്, ഏതാവാനാ ചാൻസ്? നിങ്ങളുടെ ഒരു ഗസ് വർക്ക് വെച്ച് ബ്ലണ്ടർ ആയിട്ടുള്ള ഗസ് വെച്ചിട്ട് നോക്കിക്കേ. ഇറ്റ് ഈസ് ദ സൈക്കോളജിക്കൽ റിയാക്ഷൻ ഫൗണ്ട് എമംഗ് യങ് ഫീമെയിൽസ്. ആ പേര് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഏറ്റവും ലാസ്റ്റ് അനാലിസിൻ ഈസ് ദ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ. ഓക്കെ, കുറച്ച് ടേംസ് കൊടുത്തിട്ട് അത് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അത് മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പൊ ഇതിൽ അനാൽജനും ഡയന കോംപ്ലക്സും ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല, പക്ഷെ എല്ലാവർക്കും എന്തറിയുന്നുണ്ടാവും? ഇലക്ട്രോ കോംപ്ലക്സും ഈഡിപ്പസ് കോംപ്ലക്സും അറിയുന്നുണ്ടായിരിക്കും. സോ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിൽ സോർട്ട് ഔട്ട് ചെയ്ത് പോകേണ്ടത്. അപ്പൊ നോക്കിക്കേ, A3 ആണ് വരുന്നത്. A3 B4 C1 D2. ഓക്കെ, അങ്ങനെയല്ലേ വരുന്നത്? A3 B4 C1 D2. ഓക്കെ, സോ ഇതാണ് അതിന്റെ ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എ ആയിരുന്നു അവിടെ എന്തുണ്ടായിരുന്നു? ഇലക്ട്രോ കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഡി ആയിരുന്നു എന്തുണ്ടായിരുന്നു? ഈഡിപ്പസ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു. സോ എയും ഡിയും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിന്റെ ആൻസർ ആയി. നിങ്ങൾക്ക് ഡയന കോംപ്ലക്സ് അറിയില്ല, അനാലിസിൻ അറിയില്ലെങ്കിലും അത് അവിടെ ബാധിക്കുന്നില്ല. നിങ്ങളെ മനസ്സിലായിരിക്കുന്നു പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലാണ് ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ എക്സാം എഴുതണം എന്നല്ല അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന ഒരു സാധനം വെച്ച് നിങ്ങൾ ആ ഒരു ചോദ്യത്തിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ആ ഉത്തരത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ മനസ്സിലായി? ആ ഒരു ബേസിക്കലായിട്ടുള്ള രണ്ട് സാധനം വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഉത്തരത്തിൽ എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, ശരി. അപ്പൊ അതാണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ചോദിക്കേ, സോഷ്യൽ ഈ പറയുന്ന പോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ആണ് നമ്മൾ പലവട്ടം പറഞ്ഞത്. ഇതിപ്പോ നമ്മൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയി ഡിസ്കസ് ചെയ്യുന്നു എന്ന് ചിന്തിച്ചു ചോദിക്കുക. നമ്മുടെ ഒരു PYQ സീരീസിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഒരു 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളും അങ്ങനെ കാണാൻ പഠിച്ചോ. എന്തായാലും ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന് അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വട്ടം PYQ ചെയ്ത സമയത്ത് നമ്മളൊരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 5 എണ്ണം, അത് കഴിഞ്ഞ് നേരെ 10ലേക്ക് പോകുന്നു, പിന്നെ 13, 14, 15, 16 എന്നുള്ളൊരു സംഭവമൊക്കെ ഓർക്കുന്നുണ്ടോ? അത് ഉണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ ഒന്ന് സോർട്ട് ചെയ്യാൻ നോക്കിക്കുക. ചെറുതിൽ നിന്ന് വലുതേക്ക് കേട്ടോ. 1 തൊട്ട് 17 വരെയുള്ളതിൽ അതിന്റെ ഒരു അറേഞ്ച്മെന്റ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ആദ്യം ഏതാ വരുന്നത്? ഫസ്റ്റ് സസ്റ്റൈനബിൾ ഗോൾ നോ പോവർട്ടി ആണ് അല്ലെ. നോ പോവർട്ടി എന്നുള്ളതാണ് ഫസ്റ്റ് സസ്റ്റൈനബിൾ ഗോൾ. രണ്ടാമത്തെ സസ്റ്റൈനബിൾ ഗോൾ എന്താ? സീറോ ഹങ്കർ. പോവർട്ടി ഇല്ല, അപ്പൊ എല്ലാവർക്കും ഫുഡ് കിട്ടുന്നു. സോ ഹങ്കർ ഇല്ല, സീറോ ഹങ്കർ എന്നുള്ളതാണ്. തേർഡ് സസ്റ്റൈനബിൾ ഗോൾ എന്താ വരുന്നത്? ഹെൽത്ത് അല്ലെ. നമ്മൾ ഹങ്കർ ഇല്ലെങ്കിൽ നമുക്ക് എന്താ? ഭയങ്കര ഹെൽത്ത് ആൻഡ് വെൽബീങ് ഉണ്ടാവും. കണക്ട് ചെയ്യാനുള്ള സംഭവം കേട്ടോ പറയുന്നത്. ഹെൽത്ത് ആൻഡ് വെൽബീങ് ഉണ്ടാവും, നല്ല ഹെൽത്ത് ആവും. നല്ല ഹെൽത്ത് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ? നമ്മൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ അപ്പോഴില്ല. ഹെൽത്ത് ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമ്മൾ എഡ്യൂക്കേഷൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടാവും. സോ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഫോർത്ത് സസ്റ്റൈനബിൾ ഗോൾ വരുന്നത്. ഫിഫ്ത്ത് എന്താ വരുന്നുണ്ടായിരുന്നു? അപ്പൊ എഡ്യൂക്കേഷൻ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നു. സോ വി വിൽ ഫോക്കസ് ഓൺ ജെൻഡർ ഇക്വാലിറ്റി. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ഓരോന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. സോ 5 ആണ് ജെൻഡർ ഇക്വാലിറ്റി. സോ എന്തായാലും സി വരും ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് ബി വരുന്നത്. ഇനി 5 ജെൻഡർ ഇക്വാലിറ്റി ആണെങ്കിൽ 5ന്റെ ഇരട്ടി 10 റിഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ് ആണ്. ക്ലിയർ ആണോ? 5 ജെൻഡർ ഇക്വാലിറ്റി, 5 ജെൻഡർ ഇക്വാലിറ്റി, 10 റിഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്. രണ്ടും ഇക്വാലിറ്റി റിലേറ്റഡ് ആണ് കേട്ടോ. ഇനി ക്ലൈമറ്റ് ആക്ഷൻ എത്രയാണെന്ന് പറഞ്ഞത്? 13, 14, 15. നമ്മൾ ഒരുമിച്ച് ഓർത്ത് വെക്കാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? ക്ലൈമറ്റ് ആക്ഷൻ 13 ആണ്. 14 എന്താ വരുന്നത്? ലൈഫ് ബിലോ വാട്ടർ. 15 ലൈഫ് ഓൺ ലാൻഡ് അല്ലെ. 13, 14, 15 ക്ലൈമറ്റ് ആക്ഷൻ, ലൈഫ് ബിലോ വാട്ടർ, ലൈഫ് ഓൺ ലാൻഡ്. ഈ 3 വരുന്നുണ്ടായിരുന്നേ. സോ ഇത് 13 ആണ്. അടുത്തത് ഇത് വരും. ഏറ്റവും ലാസ്റ്റ് 16 ആണ്. എന്ത്? പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യം, അല്ലെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ ചെയ്ത SDG എന്ന് പറയുന്നത് ഈ ഒരു പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പെർട്ടിക്കുലർലി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ നോക്കിയോ, ഇതിന്റെ ആൻസർ എങ്ങനെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കുക? സിയിലായിരിക്കും തുടങ്ങുന്നുണ്ടായിരിക്കുക. സോ ഇറ്റ് വിൽ ബി ലൈക്ക് CBEDA. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ. കിടക്കുന്നു. സെക്കൻഡ് ഓപ്ഷനിൽ വരുന്നത് CBEDA. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, സോ അത്ര ബുദ്ധിമുട്ടില്ലല്ല. SDG എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ല. ആ 17 എണ്ണം കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് സുഖമായിട്ട് 3 ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ലേ?
പറ്റുമായിരുന്നു. അപ്പൊ അതാണ് പറയുന്ന ആ ഒരു 17 എപ്പോഴും ചോദിക്കുന്ന ഏരിയ ആണ്. അത് പറ്റുമെങ്കിൽ നിങ്ങൾ അത് കാണാപ്പാടും തന്നെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഒരു 17 എണ്ണേ ഉള്ളൂ, എന്തായാലും ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാനെങ്കിലും പറ്റുന്ന രീതിയിൽ ഓർത്ത് വെക്കാം. ശരി, അപ്പൊ അതാണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ചോദിക്കുക, ഈ ചോദ്യം എന്താ പറയുന്നത്, കുറച്ചും കൂടെ ഇതൊരു മാച്ച് ഓഫ് ഫോളോയിങ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. അതേപോലെ തന്നെ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ എന്നുള്ള ഒരു കോൺടെക്സ്റ്റ് ഇതിൽ നല്ല വർക്ക് ചെയ്യും കേട്ടോ. അതായത് നിങ്ങൾക്ക് തോന്നും ഈ ഒരു ഇപ്പുറത്തെ കുറച്ച് ആറ്റിറ്റ്യൂഡ് അപ്പുറത്തെ കുറച്ച് ബിഹേവിയറോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം കുറെ ബിഹേവിയേഴ്സ് വരാൻ ചാൻസ് ഇല്ല, എല്ലാം എല്ലാത്തിനോടും നിങ്ങൾക്ക് കണക്ട് ചെയ്യാനൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ കണക്ട് ചെയ്യരുത് നമ്മൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ നമുക്ക് ഇതിന്റെ കഴിഞ്ഞിട്ട് ഇതിന്റെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ കണക്ട് ചെയ്തതും ആ ഓപ്ഷനുമായിട്ട് നിങ്ങൾക്ക് എന്താവണം, സിങ്ക് ആവണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നോക്കിയാൽ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡും അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ബിഹേവിയേഴ്സ് പറയുന്നത്. സോ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പുച്ഛ മനോഭാവത്തില് നമ്മൾ കൺസെപ്റ്റ് എന്ന് പറയാം. സോ ഡിക്റ്റേറ്റോറിയൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഡിക്റ്റേറ്റോറിയൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നല്ലോ, കുറച്ചും കൂടി ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏകാധിപത്യപരമായിട്ടുള്ള ബിഹേവിയർ. ഞാനാണ് ഏറ്റവും സുപ്പീരിയർ, ബാക്കിയുള്ളവരെല്ലാം എന്റെ താഴെയാണ് എന്നുള്ളൊരു സംഭവം അല്ലെ. സോ കൺസെപ്റ്റും ഡിക്റ്റേറ്റോറിയലും മാച്ചിങ് ആവാൻ ചാൻസ് ഇല്ലേ, ഉണ്ട്. എന്നാൽ പോലും നമുക്ക് ബാക്കി നോക്കാം. പെറ്റേൺ എന്ന് പറഞ്ഞ ഒരു ഫാദർലി ആയിട്ടുള്ള ബിഹേവിയർ, അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെതായിട്ടുള്ള എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു പാരന്റൽ ആയിട്ടുള്ള അങ്ങനെ അത്തരം ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ പെറ്റേണൽ എന്ന് പറയുന്നത്. ബിസിനസ് ലൈക്ക് ബിഹേവിയേഴ്സ് ചാൻസ് ഉണ്ടോ, ബിസിനസ് ലൈക്ക് ബിഹേവിയറിൽ ഒരു പുച്ഛം വരാനുള്ള ചാൻസസ് ഉണ്ടോ, കുറവാണ്. പാർട്ടിസിപ്പേറ്ററി, എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുന്ന ബിഹേവിയർ. സോ അതിലെവിടെയെങ്കിലും പുച്ഛം വരാനുള്ള ചാൻസ് ഉണ്ടോ, ഇല്ല. സോ കൺസെപ്റ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ വിത്ത് ഡിക്റ്റേറ്ററിയൽ അല്ലെ. അപ്പൊ നമുക്ക് എ ഒന്നാന്നുള്ളത് കിട്ടി. കാരണം നമ്മളൊക്കെ നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഒന്നുമായിട്ട് ഒരു സിങ്ക് വരുന്നില്ല. കൂടുതൽ ഏതായിട്ട് മാച്ച് വരുന്നത് ഡിക്റ്റേറ്ററിയലായിട്ടാണ് മാച്ച് വരുന്നത്. ഇനി കോർപ്പറേഷൻ നിങ്ങൾക്ക് ഏതുമായിട്ടാ, സഹകരണം എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പേഷൻ, അതായിട്ടല്ല നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഞങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കുക, ബാക്കി ഇതിനേക്കാൾ കൂടുതൽ കോർപ്പറേഷൻ നിങ്ങൾക്ക് ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചിലല്ലേ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ ഇതിങ്ങനെ കണക്ട് ചെയ്യാൻ ഒരു കാരണം ഉണ്ട് കേട്ടോ. എന്താ നിങ്ങൾക്ക് അപ്പുറത്തെ സ്ലൈഡിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് തോന്നും ഇപ്പൊ എനിക്ക് പാർട്ടിസിപ്പേഷൻ വേണമെങ്കിൽ ബിസിനസ് അല്ലെ കോർപ്പറേഷൻ വേണമെങ്കിൽ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്തുകൂടെ, D3 വരുന്നവർ നോക്കിക്കൂടെ. പക്ഷെ അങ്ങനത്തെ ഓപ്ഷൻ ചിലപ്പോൾ അപ്പുറത്ത് ഉണ്ടാവണമെന്നില്ല. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അപ്പുറത്തുള്ള ഒരു ഓപ്ഷനും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ്. എനിക്ക് രണ്ട് സ്ലൈഡ് ഒരുമിച്ച് കാണിക്കാൻ പറ്റാത്തതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും അപ്പുറത്തെ സ്ലൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേണ്ട അഡ്വേഴ്സറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം. സോ പെറ്റേണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയപ്പോൾ ഒരാൾ, ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു പെറ്റേണൽ ബിഹേവിയർ കാണിക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ്, കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ദർ ആർ ചാൻസസ്, നമുക്കറിയാം രണ്ട് തരം പാരന്റ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, നർച്ചറിങ് പാരന്റ് ഉണ്ട്, അതേപോലെ കോൺഫ്ലിക്റ്റിംഗ് പാരന്റ് ഉണ്ട്. സോ കോൺഫ്ലിക്റ്റിംഗ് പാരന്റ് ആണെങ്കിൽ അവരുടെ ഒരു അഡ്വേഴ്സറിയൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. സോ പാരന്റൽ ആയിട്ട് നമ്മൾ അത് കണക്ട് ചെയ്യുന്നു. ആക്സെപ്റ്റൻസ് ഈസ് വി ആർ കണക്ടിങ് വിത്ത് ബിസിനസ് ലൈക്ക് അപ്രോച്ച്. ഓക്കെ, ഇത് ഇങ്ങനെ കണക്ട് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് വേണമെങ്കിൽ ആക്സെപ്റ്റൻസിനെ പെറ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യാം, അഡ്വേഴ്സറിയലിനെ ബിസിനസ് ആയിട്ടും കണക്ട് ചെയ്യാം, ബിയും സിയും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്ക്രോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷെ നമുക്ക് ഓപ്ഷൻസിൽ ആ ഒരു പ്രിവിലേജ് ഇല്ല, അല്ലെങ്കിൽ ഓപ്ഷൻസിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നില്ല അവിടെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തത്. നോക്കിക്കേ ഇതിന്റെ ഓപ്ഷൻസ് നോക്കിക്കേ. അപ്പൊ നമ്മൾ പ്രകാരം കണക്ട് ചെയ്താണെങ്കിൽ, നമ്മളിപ്പോ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇതാണ് ഓപ്ഷൻ വരുന്നത്. ഇനിയിപ്പോ വേണ്ട, കൺസെപ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. എന്തായാലും ഒന്നേ വരുള്ളൂ എന്നുള്ള കാരണം പുച്ഛം, അതിൽ ആർക്കും വലിയ ഡൗട്ട് ഇല്ലല്ലോ. ഇനി ബി നോക്കിക്കേ, ബി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്രിസ് ക്രോസ് ചെയ്തു എന്ന് വിചാരിക്കുക, അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ B2 ആണ് നമ്മൾ മാർക്ക് ചെയ്തത്. B3 വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ ഇതിൽ എവിടെയെങ്കിലും, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ബി നമുക്ക് വേണം, നമുക്ക് തോന്നുകയാണ് ബി ഇങ്ങനെയല്ലല്ലോ വരുന്നത്. ഇപ്പൊ ബിസിനസ് ലൈക്കിൽ കുറച്ചും കൂടെ നമുക്ക് അഡ്വേഴ്സറിയൽ ക്യാരക്ടർ ആറ്റിറ്റ്യൂഡ് കാണിച്ചുകൂടെ എന്ന് ചോദിക്കഴിഞ്ഞാൽ പോലും വകുപ്പില്ല. കാരണം എന്താ, ബി നമുക്ക് ഫ്രീ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലില്ല. സോ ദാറ്റ് എന്താണ്, നമുക്കത് സിംപ്ലി എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോ നമുക്ക് തോന്നുന്നുണ്ട് സിയെ നമുക്ക് 2 ഇട്ടൂടെ എന്ന് തോന്നി, നമ്മൾ അങ്ങനെയല്ലേ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഓപ്ഷനും ഇതിൽ വരുന്നില്ല. സോ നമുക്ക് ആകെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന്റെ ബേസിസിലാണ് നമ്മൾ അത് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ ആ രണ്ട് സ്ലൈഡ് ഒന്ന് ഒരുമിച്ച് വെച്ച് നോക്കണം കേട്ടോ. നിങ്ങൾ അല്ലെങ്കിൽ ഇത് നോക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, ജസ്റ്റ് അതൊന്ന് ഒറ്റയ്ക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ഏതെങ്കിലും വേറെ ഏതെങ്കിലും പെയർ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഓപ്ഷനിൽ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ശരി, അങ്ങനെ വരില്ല. കാരണം എന്താ, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ അവരങ്ങനെ കൺഫ്യൂസിങ് ആക്കാനല്ലല്ലോ ശ്രമിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ആ ഒരു ചോദ്യം നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ കണക്ട് ചെയ്തൊന്ന് ഓപ്ഷനുമായിട്ട് മാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും ഉത്തരം എഴുതാൻ കേട്ടോ. വായിച്ച വഴിക്കാൻ എനിക്ക് കിട്ടുന്നില്ല പറഞ്ഞ സ്കിപ്പ് അടിച്ചു പോരുത്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക, എന്തെങ്കിലും നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ടോ. എലിമിനേഷൻ ഓൾവേസ് വർക്ക്സ്. ഓക്കെ, ഒരുവിധം, ഓൾവേസ് എന്ന് പറയുന്നില്ലെങ്കിൽ ഒരുവിധം എലിമിനേഷൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഫ്ലെക്സ്നർ വിച്ച് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ കേസ് വർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സോഷ്യൽ കേസ് വർക്കിന്റെ ഒരു 7 പ്രിൻസിപ്പിൾസ് നിങ്ങൾ പഠിക്കുന്ന ഓർക്കുന്നുണ്ടാവും. മേ ബി ഫ്ലെക്സ്നർ എന്നുള്ള ഒരു പേര് നിങ്ങൾക്ക് അൺഫെമിലിയർ ആയിരിക്കാം. എന്നാൽ പോലും ആ ഒരു പ്രിൻസിപ്പിൾസ് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. കേസ് വർക്കിന്റെ ഒരു 7 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. സോ അത് തന്നെയാണ് ഇതിന്റെ ആൻസർ. നമുക്ക് ഈ ഒരു 4 ഓപ്ഷനിൽ ഒരെണ്ണം മാത്രം ഓടാണ്.
ഇത് നോക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇതെന്തായാലും പ്രിൻസിപ്പിൾ അല്ലേന്ന് തോന്നും, പക്ഷെ ഇത് ആക്ച്വലി പ്രിൻസിപ്പിൾ അല്ല. ആൻഡ് ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഈ ഒരു കോമ്പോയിൽ പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്നില്ല. പിന്നെ ഏതൊക്കെ നമ്മൾ പറയുന്ന ഒരു 7 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ വരുന്നുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ആക്സെപ്റ്റൻസ് വരുന്നുണ്ട്, പിന്നെന്താ പ്രിൻസിപ്പിൾ ഓഫ് നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, പിന്നെന്താ പർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്സ്, പിന്നെന്താ കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്, ക്ലയന്റ് സെൽഫ് ഡിറ്റർമിനേഷൻ വരുന്നുണ്ട്, കോൺഫിഡൻഷ്യാലിറ്റി വരുന്നുണ്ട്. ഇതാണ് 7 പ്രിൻസിപ്പിൾസ് ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. സോ ബാക്കി 3 വന്നിട്ടുണ്ട്. ക്ലയന്റ് സെൽഫ് ഡിറ്റർമിനേഷൻ ഉണ്ട്, ആക്സെപ്റ്റൻസ്, ഇൻഡിവിജ്വലൈസേഷൻ ഉണ്ട്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ കേസ് വർക്ക്. വ്യക്തമായിട്ട് ചിന്തിക്കണം കേട്ടോ. ഈ ഒരു കോമ്പോയിൽ അത് വരുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അതിന്റെ ആൻസർ വരുന്നത്. നോക്കിക്കേ, എബ്രഹാം ഫ്ലെക്സ്നർ, നമ്മൾ ആ ഒരു പേര് നിങ്ങൾക്ക് അറിയില്ല, 1910 റിപ്പോർട്ടിൽ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ കേസ് വർക്ക് ഒരു കാര്യം നമ്മൾ പറയാനുള്ളത്, ഫെലിക്സ് ബീസ്റ്റിക് ആണ് ആക്ച്വലി ഈ ഒരു പ്രിൻസിപ്പിളിനെ ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ അത് അങ്ങനെ മനസ്സിലാക്കണം. എബ്രഹാം ഫ്ലെക്സ്നർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഫെലിക്സ് ബീസ്റ്റിക് ആണ്. അപ്പൊ ഈ ഒരു ഫെലിക്സ് ബീസ്റ്റിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾസ് ബേസിക്കലി നമ്മളെല്ലാം പഠിക്കുന്നത് എങ്ങനെയാണ്, ഫെലിക്സ് ബീസ്റ്റിക്കിന്റെ ഒരു ഔട്ട്ലൈൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ ഒരു പ്രിൻസിപ്പിൾസ് വരുന്നത്, ഇൻഡിവിജ്വലൈസേഷൻ, പർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്സ്, കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെന്റ്, ആക്സെപ്റ്റൻസ്, സെൽഫ് ഡിറ്റർമിനേഷൻ, നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, ഇതാണ് ആ ഒരു 7 പ്രിൻസിപ്പിൾസ് വരുന്നത്. ഈ 7 പ്രിൻസിപ്പിൾസ് നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. എന്തായാലും മിസ് ഔട്ട് ചെയ്യരുത്. കേസ് വർക്കിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങളുടെ ആ സിലബസിൽ കേസ് വർക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു 7 പ്രിൻസിപ്പിൾസ് ആണത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം MOA, നമുക്ക് എന്താ MOA എന്ന് പറയുന്നത്, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. MOA സൈൻ ചെയ്യുക എന്നൊക്കെ നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമായിരിക്കും അല്ലെ. MOU ഉണ്ട്. അതേപോലെ ഇപ്പൊ നമ്മൾ കോളേജസുകളിലൊക്കെ സൈൻ ചെയ്യുന്നതായിട്ട് കേൾക്കുന്ന MOUs ആണ് അല്ലെ, മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അത് വേറെ. അപ്പൊ MOA ഉണ്ട്. MOAയിൽ ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്, ഡസ് നോട്ട് ഇൻകോർപ്പറേറ്റ് അല്ലെങ്കിൽ MOE, സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നെയിം ഓഫ് സൊസൈറ്റി, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റിയുടെ പേര്. സർട്ടിഫൈഡ് കോപ്പി ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ബൈ ഓൺലി വൺ ഗവേണിംഗ് മെമ്പർ. അഡ്രസ് ആൻഡ് ഒക്യുപ്പേഷൻ ഓഫ് ഗവേണേഴ്സ്. ഒബ്ജക്ട്സ് ഓഫ് ദ സൊസൈറ്റി. ഇതിൽ ആക്ച്വലി ഇല്ലാത്തത് എന്നുള്ളതല്ല, തെറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് ഇതാണ്. സർട്ടിഫൈഡ് കോപ്പി ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബൈ ഓൺലി വൺ അല്ല, അതാണ് ഇതിലെ പ്രശ്നം. 3 മെമ്പേഴ്സ്, അറ്റ്ലീസ്റ്റ് 3 മെമ്പേഴ്സ് എന്നുള്ള സംഭവം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ഓൺലി വൺ എന്നുള്ള ആ ഒരു സംഭവം വന്നുകൊണ്ടാണ് ഇത് തെറ്റായിട്ട് മാറുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? നെയിം ഓഫ് സൊസൈറ്റി ഉണ്ട്, അഡ്രസ് ഉണ്ട്, ഒബ്ജക്ട്സ് ഉണ്ട്, പിന്നെ ഈ സർട്ടിഫൈഡ് കോപ്പി ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, പക്ഷെ ഓൺലി വൺ അല്ല, അറ്റ്ലീസ്റ്റ് 3 മെമ്പേഴ്സ് എങ്കിലും ആണ് പറയുന്നത്. ഇത് നമുക്ക് നോക്കിയാലോ. സർട്ടിഫൈഡ് കോപ്പി, അതാണ് അതിന്റെ ആൻസർ വരുന്നത്. അതല്ല വേണ്ടത്, ഓൺലി വണ്ണ് വന്നോണ്ടാട്ടോ അവിടെ തെറ്റിയത്. നിങ്ങൾ അത് മനസ്സിലാക്കണം. സർട്ടിഫൈഡ് കോപ്പി വേണ്ടെന്നല്ല അതിന്റെ അർത്ഥം, പക്ഷെ ഒരാളുടെ അല്ല വേണ്ടത്, അറ്റ്ലീസ്റ്റ് 3 പേരെങ്കിലും ചെയ്യുന്നതായിട്ട് വേണം. ഓക്കെ, നോക്കിക്ക് എന്തൊക്കെ വേണ്ട ഈ കോമ്പണൻസ് ആയിട്ട് പറയുന്നത്. സൊസൈറ്റിയുടെ പേരുണ്ടായിരിക്കണം, ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കണം, എന്തിനാണ് സൊസൈറ്റി ഫോം ചെയ്യുന്നത്, അതിന്റെ ലിറ്റററി, സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ് എന്താണ് കാണിക്കുന്നത്, ഗവേണിംഗ് ബോഡി, ആരാണ് അതിന്റെ ഗവേണിംഗ് ബോഡി വരുന്നത്, അവരുടെ നെയിം, അഡ്രസ്, ഒക്യുപ്പേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിരിക്കണം. രജിസ്റ്റേർഡ് ഓഫീസ്, എവിടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം വേണം. ഇതാണ് കീ കോമ്പണൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ അഡീഷണൽ റിക്വയർമെന്റ് ആയിട്ട് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറയുന്നത്, എ കോപ്പി ഓഫ് സൊസൈറ്റീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സർട്ടിഫൈഡ് ആസ് കറക്റ്റ് ബൈ അറ്റ്ലീസ്റ്റ് 3 മെമ്പേഴ്സ്. കണ്ടോ, അവിടെ 1 മെമ്പർ എന്ന് പറഞ്ഞാൽ അഡീഷണൽ റിക്വയർമെന്റ് ആയിട്ട് പറയുന്നതാണ്. ഓർത്ത് വെക്കുക, അഡീഷണൽ റിക്വയർമെന്റ് ആയിട്ട് പറയുന്നതാണ്, ബേസിക് റിക്വയർമെന്റ് ആയിട്ടല്ല, അഡീഷണൽ റിക്വയർമെന്റ് ആയിട്ട് പറയുന്നതാണ്. അറ്റ്ലീസ്റ്റ് 3 മെമ്പേഴ്സിന്റെ എങ്കിലും സൈനോട് കൂടിയിട്ടുള്ള കോപ്പിയാണ് വേണ്ടത് സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ തുടങ്ങാൻ പോകുന്ന സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ 3 പേരെങ്കിലും, ഗവേണിംഗ് ബോഡിയിലുള്ള 3 പേരെങ്കിലും സൈൻ ചെയ്തിട്ടുള്ള കോപ്പിയാണ് നമ്മൾ വെക്കേണ്ടത്. ഒരാളല്ല സൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരാളുടെ മാത്രം സൈൻ പോരാ. അതുകൊണ്ടാണ് അവിടെ തെറ്റിപ്പോകുന്നത് കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ശരി, ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സൂപ്പർ, നമ്മൾ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് കുറച്ച് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക, കമന്റിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മൾ അത് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.